ഓയിൻമെൻറ്റ് തരാം, ഗുളിക ചൊറിച്ചിലുണ്ടെങ്കിൽ ഗുളികയും തരാമെന്ന് പറഞ്ഞു. അത് കഴിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ അതങ്ങ് നല്ലപോലെ വാടി കുറഞ്ഞു. പിന്നെ വലിയ കുഴപ്പമില്ലാതെ പോയി. ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീടത് ഒന്നുകൂടെ വന്നു. പക്ഷെ പിന്നെ വന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഭയാനകമായ രീതിയിലാണ് വന്നത്. അതായത് എൻ്റെ 2 കയ്യിലെ മൊത്തം വിരലും ചൊറിഞ്ഞിട്ട് പൊട്ടി പഴുത്തു. ഞാനൊരു പെണ്ണാണ്, നിങ്ങൾക്കറിയാം. ഒരു പെൺകുട്ടിക്ക് എന്തെല്ലാം ജോലി വീട്ടിൽ ചെയ്യാൻ പറ്റും, അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് മമ്മിയെ സഹായിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ ഉടുപ്പ് പോലും ഇടാൻ പറ്റുന്നില്ല. എനിക്ക് തലമുടി ചെയ്യാൻ പറ്റുന്നില്ല. ഞാനൊരു തലമുടി പകുതി വെട്ടി വരെ കളഞ്ഞു. എനിക്ക് ഒരു പണി നിങ്ങളോട് എങ്ങനെ പറഞ്ഞ് എനിക്ക് അവതരിപ്പിക്കണമെന്ന് അറിയത്തില്ല. അത്രമാത്രം ഞാൻ അനുഭവിച്ചു. എൻ്റെ 2 കയ്യിൽ നിറച്ചും ഈ സോറിയാസിസ് ആയിരുന്നു. ഞാൻ എന്നിട്ട് പ്രാർത്ഥിച്ചു പോയി, ദൈവമേ ഇത് കാലയിലായിരുന്നെങ്കിലും വേണ്ടില്ലായിരുന്നു, നീ എന്തിനു ഇത് കയ്യെ തന്നോന്ന് വരെ ഞാൻ ആലോചിച്ച് പറഞ്ഞു പോയി. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. കാരണം അത്രയ്ക്കും നീരായിരുന്നു എൻ്റെ കൈ നിറച്ചും. അതായത് എൻ്റെ കൈക്ക് തന്നെ ഒരു 2 കിലോ വെയിറ്റിൽ വരെ നീരുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് എൻ്റെ വിരൽ മടക്കാൻ പറ്റുന്നില്ല, വിരൽ നൂർക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഇങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു എൻ്റെ കൈ. ഒരിക്കലും എൻ്റെ ഈ കൈ തിരിച്ചു കിട്ടില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അത്രത്തോളം ഞാൻ വേദന അനുഭവിച്ചു. ഒരിക്കലും ആരോടും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തത്ര വേദന. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. 2023 സെപ്റ്റംബർ 9 വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ വിശ്വാസത്തോടെ തന്നെ പ്രാർത്ഥിച്ചു. എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. എങ്ങനെയായാലും എൻ്റെ മാതാവിനെ മാത്രം സുഖപ്പെടുത്താൻ പറ്റുള്ളൂ. മാതാവ് വഴി ഈശോ എൻ്റെ പ്രാർത്ഥന കേട്ട് സുഖപ്പെടുത്താൻ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം കൃപാസനത്തിലെ ഓരോ സാക്ഷ്യവും ഞാൻ കേൾക്കുമായിരുന്നു. എൻ്റെ ജീവിത സാഹചര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സാക്ഷ്യങ്ങൾ, സാധാരണക്കാരുടെ സാക്ഷ്യങ്ങളാണേലും അതെല്ലാം ഞാൻ വളരെ ഭക്തിയോടെ കേൾക്കുമായിരുന്നു. എനിക്ക് ഉടമ്പടി എടുത്ത്, പക്ഷെ ഞാൻ ഉടമ്പടി കറക്റ്റ് ചെയ്തോന്ന് ചോദിച്ചാൽ എനിക്ക് ആദ്യത്തെ ആ ഒരു 3 മാസം ശരിക്കും പറഞ്ഞാൽ ഞാൻ കാരുണ്യപ്രവൃത്തികൾ ചെയ്തില്ല, പള്ളിയിൽ പോയില്ല. അപ്പം ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് എനിക്ക് കൈക്ക് വയ്യല്ലോ, ഞാനപ്പോൾ എങ്ങനെ ചെയ്യും, ഇങ്ങനൊരു വിചാരത്തിൽ ഞാനിരുന്നേ. പക്ഷേ അങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടതെന്ന് അച്ഛൻ ഓരോ ക്ലാസ്സിലും പറയുന്നുണ്ട്. ഉടമ്പടി ക്ലാസ്സിൽ അച്ഛൻ പറയുന്നുണ്ട്, നമ്മൾ ചെയ്യണം. അതായത് അവൻ പറയുന്ന പോലെ ചെയ്യുക എന്നാണ് ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ്, ഉടമ്പടിയുടെ മെയിൻ കണ്ടൻറ്റ്. അപ്പം ഞാൻ ഒരു രോഗിയായെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ദൈവം എന്നിലൂടെയാണ് ആഗ്രഹിക്കുന്നത്, ഞാനാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ എൻ്റെ 1ാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞാൽ, ആദ്യത്തെ തവണ പുതുക്കി കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം പുതുക്കി കഴിഞ്ഞ് പോയപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു, എന്തായാലും ഞാൻ ചെയ്യും, ഞാൻ പള്ളിയിൽ പോവും, ഞാൻ എൻ്റെ കൈക്ക് വയ്യെങ്കിലും ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാരുണ്യപ്രവൃത്തികളെല്ലാം ചെയ്യും. അപ്പോൾ ഞാൻ എല്ലാ ആഴ്ചത്തോറുമുള്ള എല്ലാ കാരുണ്യപ്രവൃത്തിയും വളരെ ഭംഗിയായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം വളരെ ഭംഗിയായിട്ട് ചെയ്തു. ഞാൻ പൊതിച്ചോറ് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി കൊടുക്കുമായിരുന്നു ചെയ്ത്, അത് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു ചെയ്ത്. കാരണം ഞങ്ങൾ വീടിന് കുറേ അകലെയാണ് മെഡിക്കൽ കോളേജ്. അപ്പോൾ അവിടെ വരെ പോയി രാവിലെ ചോറ് കെട്ടി പോയാൽ പോലെ ചോറ് നല്ലപോലെ തണുത്തു. അതുകൊണ്ട് ഞങ്ങൾ അവർക്ക് ചൂട് ചോറ് അവർ ആഗ്രഹിച്ചിരിക്കുന്നവരായിരുന്നു. അപ്പം ഞങ്ങളത് ചോറ് കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ എൻ്റെ കൈ കൊണ്ട് തന്നെ, എൻ്റെ വയ്യാത്ത കൈ കൊണ്ട് തന്നെ ഞാൻ ചുമന്ന് അത് കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നു. എൻ്റെ കൂടെ എൻ്റെ പപ്പായും മമ്മിയും എൻ്റെ ചേട്ടായും വരുമായിരുന്നു. അതിൻ്റെയൊക്കെ പ്രതിഫലമായിട്ട് എനിക്ക് ആദ്യത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ ഉടൻ തന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സൗഖ്യം കിട്ടിയതായിരുന്നു. ഒരു സാക്ഷ്യം പറയാനുള്ള രീതിയിൽ സൗഖ്യം കിട്ടിയായിരുന്നു. പക്ഷെ അവിടെ ഒരു നെഗറ്റീവ് എനർജി പോലെ, ഞാൻ അന്ന് സാക്ഷ്യം പറയേണ്ട വ്യക്തിയായിരുന്നു, ഒരു നെഗറ്റീവ് എനർജി പോലെ എൻ്റെ തളർത്തി കളഞ്ഞൊരു കാര്യം. ഞങ്ങൾ അത്യാവശ്യം പ്രാർത്ഥിക്കുന്ന ഫാമിലിയായിരുന്നു. ഞങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകും, പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കിടും, പ്രാർത്ഥനാ കേന്ദ്രങ്ങളിൽ പോകും, ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോകും. അപ്പം നാട്ടുകാരെല്ലാവരും, പപ്പായാണ് എന്നും പള്ളിയിൽ പോകും. അപ്പം നാട്ടുകാരാണ് മൊത്തം കളിയാക്കുകയായിരുന്നു. എന്നും പള്ളിയിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി എന്താന്നൊക്കെ ഒരു രീതിയിലായിരുന്നു ഞങ്ങളോടുള്ള പുച്ഛം. അപ്പം ഞാൻ സാക്ഷ്യം പറഞ്ഞാൽ എൻ്റെ നാട്ടുകാരറിയല്ലേ, എൻ്റെ രോഗത്തെക്കുറിച്ച് അറിയല്ലേ, എനിക്കിങ്ങനെ വന്നത് അറിയല്ലേ എന്നുള്ളൊരു മാനസികാവസ്ഥയാണ് ഞാൻ സാക്ഷ്യം പറയണ്ട. ഇപ്പം പറയണ്ടെന്ന് വെച്ച് തന്നെ ഇരുന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞില്ല. പക്ഷേ ഞാൻ ഉടമ്പടിയോടൊന്ന് അവിശ്വസ്തതയെ കാണിച്ചത്. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാനന്ന് ആരെയും പേടിക്കില്ലായിരുന്നു. എൻ്റെ മാതാവിനെ ഈശോനെ സാക്ഷ്യപ്പെടുത്തേണ്ട അവസരം ഞാൻ ഒരിക്കലും കളയാൻ പാടില്ലായിരുന്നു. ഞാനിവിടെ സാക്ഷ്യം പറയേണ്ടതെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അതെനിക്ക് മാതാവിനോട് പറഞ്ഞു. ഞാനൊരു ദിവസം ഒരു പള്ളിയിൽ പോയി കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയെ സൗഖ്യപ്പെടുത്തി. ഞാൻ സാക്ഷ്യം പറഞ്ഞില്ല.
എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ആ ആ ഏറ്റുപറച്ചിൽ കുറച്ച് വൈകിപ്പോയി. അതിന് മുന്നേ എനിക്ക് ഈ അസുഖം പിന്നീട് തിരിച്ചു വന്നു. അതുപോലെ തന്നെ വേദനയോടുകൂടെ തന്നെ തിരിച്ചു വന്നു. എനിക്ക് പിന്നീട് അച്ഛൻ്റെ ക്ലാസ്സിൽ മനസ്സിലായി. അച്ഛൻ ഒരു ദിവസം ക്ലാസ്സിൽ പറഞ്ഞു, നമ്മൾ ഉടമ്പടി നമുക്ക് പാകപ്പിഴകൾ വരും, പല രീതിയിലും വരും. അത് എനിക്ക് പാകപ്പിഴ വന്നല്ലോ എന്ന് പറഞ്ഞ് കാറ് കൂവി നടന്നിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾക്ക് ഒരു മനുഷ്യനാണ്, നമ്മൾ തെറ്റുപറ്റും. നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് തെറ്റ് പറ്റിയാൽ പോലും നമ്മൾ ഡയറക്റ്റായിട്ട് ഈശോയോട് പറയുക. ഒരു നാണവും വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് ഡയറക്റ്റായിട്ട് ഈശോയോട് പറയാൻ പറ്റും. അച്ഛൻ്റെ ഒരു വാക്ക് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചത്, യൂദാസിന് വരെ വേണമെങ്കിൽ മാനസാന്തരത്തിനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു തെറ്റ് ഞാൻ ഏറ്റു പറഞ്ഞിരുന്നെങ്കിൽ, ആ യൂദാസ് തെറ്റ് ഏറ്റു പറഞ്ഞിരുന്നെങ്കിൽ ഈശോ ക്ഷമിക്കുമായിരുന്നു. ഈശോയോട് അത് പറഞ്ഞില്ല. ആ കുറ്റബോധം വന്നങ്ങ് സൂയിസൈഡ് ചെയ്യുകയാണല്ലോ ചെയ്ത്. അപ്പം ആ വാക്കിൻ്റെ ഹൃദയത്തിൽ തട്ടി. അപ്പം അത്രത്തോളം അച്ഛൻ്റെ ആ വാക്ക് എന്നെ സ്പർശിച്ചു. അപ്പം ഞാൻ യുദാസൊന്നും അല്ലല്ലോ, എന്തായാലും ഞാനത് ഏറ്റു പറഞ്ഞാൽ മതിയല്ലോ. ഞാനത് അതുപോലെ തന്നെ ഈശോയെ, ഞാനിങ്ങനെ നാട്ടുകാർ വിചാരിക്കുന്നവർ തന്നെയാണ് സാക്ഷ്യപ്പെടുത്താതിരുന്നത്. എന്നോട് ക്ഷമിക്കണം, എന്നെ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെ സാക്ഷിയാക്കണമെന്ന് തന്നെ ഞാൻ തുടരെ പ്രാർത്ഥിച്ചു. ഞാൻ എപ്പോഴൊക്കെ നല്ല ബോധത്തോടെ ഇരിക്കുന്നു, അതായത് ഉറങ്ങുമ്പോഴൊഴികെ ബാക്കി എല്ലാ സമയവും ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ മൂന്നാമത്തെ ഉടമ്പടി തൈലം പെരട്ടിക്കൊണ്ട് തന്നെ ഇരുന്നേ, ചെറുതായിട്ട് വാടി വരുന്നുണ്ടായിരുന്നു. മൂന്നാമത്തെ ഉടമ്പടി പുതുക്കലിന് ഞങ്ങൾ ഏകദേശം ഒരു 3:15 വെളുപ്പിന് 3:15 ഞങ്ങളിവിടെ വന്നു. അപ്പോൾ ഗേറ്റ് തുറന്നില്ലായിരുന്നു. ഞങ്ങൾ അവിടെയുള്ള മാതാവിൻ്റെ ഗ്രോട്ടോയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഗേറ്റിൻ്റെ മുന്നേ വന്ന് നിന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മുല്ലപ്പൂവിൻ്റെ ഭയങ്കരമായിട്ട് സുഗന്ധം. അപ്പം എനിക്കും വന്നു, പപ്പായും പറഞ്ഞു, മമ്മിയും പറഞ്ഞു. ഞങ്ങൾക്ക് 3 പേർക്ക് അത് വന്നു. അതെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വന്നെന്നറിഞ്ഞു മാതാവ് ഇവിടുന്ന് വന്നതാന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എന്നെ അത്രത്തോളം കരുതുന്നൊരു മാതാവാണ്. അപ്പോൾ മാതാവ് അവിടെ വന്നു. ആ സുഗന്ധാഭിഷേകം എന്ന് പറഞ്ഞാൽ അതാരും വിശ്വസിക്കാത്തടില്ല. ചിലർക്ക് ഒരു 5 മിനിറ്റ് ആയിരിക്കും. പക്ഷേ എനിക്കൊരു 3/4 മണിക്കൂർ ആ സുഗന്ധാഭിഷേകം, ആ ഗേറ്റിലിരിക്കുന്ന സെക്യൂരിറ്റി സാറ് ഞങ്ങളെ ഇവിടെ കയറ്റിയിരുന്ന് ഞങ്ങൾ ഒരു കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നോടം വരെ അതേ 3/4 മണിക്കൂർ എൻ്റെ കൂടെ ആ സുഗന്ധാഭിഷേകം മാതാവിൻ്റെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മാതാവോട് പറഞ്ഞു, മാതാവ് ഞാൻ വിശ്വസിച്ചു, നീ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആ സെക്കൻഡിൽ ആ സുഗന്ധാഭിഷേകം നിന്നു. അപ്പോൾ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കൽ എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ കാലുകുത്തിയത് എനിക്ക് മനസ്സിലായി. എനിക്ക് ഈ പ്രാവശ്യം സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആ കുറച്ച് ബോധത്തോടെ തന്നെയാണ് വന്നത്. ഞാൻ ഇവിടുന്ന് പോയി പ്രാർത്ഥനയെ മുഴുകി തൈലും തേച്ചുകൊണ്ട് തന്നെ ഇരുന്നു. നല്ലതുപോലെ അത് കുറഞ്ഞു വന്നു. അപ്പം സമയം ഇതിപ്പോൾ ഡിസംബർ ആദ്യത്തോളം എത്തി. അപ്പോൾ ഞാനോർത്ത്, മാതാവ് എനിക്കിനി സാക്ഷ്യം പറയാൻ പറ്റിയാൽ നല്ലപോലെ കുറഞ്ഞെങ്കിലല്ലേ കാണിക്കാൻ പറ്റുള്ളൂ, എല്ലാവരും കാണിച്ചു വേണം എനിക്ക് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞു, നിൻ്റെ സാക്ഷി ഈ ഡിസംബറിൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന മാതാവിനോട് പറഞ്ഞു. ഫസ്റ്റ് ഞാനങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ കൊന്തയിൽ പ്രാർത്ഥിക്കുന്നൊക്കെ ഒരാളാണ്. പക്ഷെ ഒരിക്കലും ഈശോയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല. പക്ഷെ എൻ്റെ നിരാശ വന്ന സമയം മുതൽ എൻ്റെ പ്രാർത്ഥനയുടെ വഴി മാറി ഞാൻ ഈശോയോട് കമ്മ്യൂണിക്കേഷൻ തുടങ്ങി. അതായത് ഞാൻ സങ്കടം പറയുന്നു, ഞാൻ എൻ്റെ ഈശോയോട് വഴക്കുണ്ടാക്കുന്നു, മാതാവിനോട് ഞാൻ സങ്കടം പറയുന്നു. പക്ഷേ ആ സെക്കൻഡിൽ ഒരിക്കലും എനിക്ക് എന്നെപ്പോലെ ഒരാൾക്കൊന്നും അങ്ങനെ ഒരു അനുഭവം വരല്ലാത്തതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈശോയും മാതാവും തിരിച്ചെന്നോട് സംസാരിക്കാൻ തുടങ്ങി. നിന്നെ ഞങ്ങൾക്ക് വേണം, ഒരിക്കലും കൈവിടില്ല. ഞാൻ ഈ മാതാവ് എന്നോട് പറഞ്ഞത്, ഞാൻ കൃപാസനത്തിൽ നിന്നെ കൊണ്ടുവന്നത് നീ കരയാനല്ല, ഒരിക്കലും നീ കരയാനല്ല കൊണ്ടുവന്നത്, നിന്നെ രക്ഷിക്കാനാ, നിൻ്റെ ജീവിതം എനിക്ക് വേണം. ഇങ്ങനെ പറയുന്ന ഒരു മാതാവിനെ ഞാൻ എന്തുകൊണ്ട് ഇത്രയും വൈകി ഞാൻ സാക്ഷ്യപ്പെടുത്തി എന്ന് ഞാനിപ്പം ഖേദിക്കുന്നു. എനിക്ക് വളരെ ഈ ഡിസംബർ ആദ്യം തന്നെ എനിക്ക് പൂർണ്ണമായി സൗഖ്യം തന്നു. ഞാനൊരു ദർശനം കാണുവാണ് ചെയ്തത്. അതായത് ഡിസംബർ ആദ്യം ഒരു 1-ാം തീയതിയുടെ അടുത്ത് ഒരു ദർശനം കണ്ടു. പക്ഷേ അത് വീട്ടിൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഈ പീഠത്തിൽ നിന്നാണ് പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, മാതാവിൻ്റെ അടുത്ത് വന്നെന്ന് ആ കാര്യം ആദ്യമായിട്ട് പറയണമെന്ന്. ഞാൻ കണ്ട ദർശനം, മാതാവ് ഞാനപ്പോൾ സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു. ഡിസംബറിൽ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയല്ലേ, 31 കഴിഞ്ഞ് പോകുമോ എന്നൊക്കെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അപ്പം മാതാവ് ഈ പീഠത്തിൽ ഈ മൈക്ക് എൻ്റെ കയ്യിലോട്ട് എടുത്ത് എന്നൊരു സ്വപ്നം ഞാൻ കണ്ടു. ഞാൻ ഈ കളറുള്ള ഡ്രസ്സ് തന്നെയായിരുന്നു ഇട്ടിരുന്നത് ആ സ്വപ്നത്തിൽ. അങ്ങനെ ഒരു ദർശനമാണ് ഞാൻ കണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ മൊത്തത്തിൽ എൻ്റെ കയ്യിൽ ഇപ്പം നിങ്ങൾക്ക് കാണാം, ഒരു പാടുപോലും ഇല്ലാതെ എൻ്റെ 2 കൈ പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തി. എനിക്ക് എല്ലാവരെയും പോലെ കൈ ചലിപ്പിക്കാം, എല്ലാവരെയും പോലെയുള്ള, അതായത് നല്ല കൈ എനിക്ക് തന്നു. കുറച്ച് തിക്നെസ് കുറവാണ് കൈക്ക്. എൻ്റെ
സ്കിന്നിന് കുറച്ച് തിക്നെസ് കുറവാണ്. കാരണം അത്രത്തോളം ഇത് ഫിംഗർ പ്രിൻ്റ് എല്ലാം മാഞ്ഞു പോയായിരുന്നു, അത്രത്തോളം പൊട്ടി പഴുത്തായിരുന്നു. അപ്പോൾ കുറച്ച് കട്ടി കുറവാണ്. ഇനി അതും കൂടെ ഒന്ന് ആയി കിട്ടിയാൽ മതി, ബാക്കി എനിക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പം എൻ്റെ മാതാവിനെ ഈശോയ്ക്കും ഒരുപാട് നന്ദി, പറഞ്ഞു തീരാത്തത്ര നന്ദി. അടുത്ത സാക്ഷ്യം, എൻ്റെ മമ്മി ഉടമ്പടിയിലാണ്. മമ്മിക്ക് ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. മമ്മിക്ക് 2 വർഷമായിട്ട് കാലിൽ വെരിക്കോസ് വെയിൻ്റെ രോഗം ഉണ്ടായിരുന്നു. അത് ആദ്യം കുഴപ്പമില്ല, ഞരമ്പിങ്ങനെ തടിച്ച് വരുന്നേ ഉള്ളായിരുന്നുള്ളൂ. പിന്നീട് അത് പൊട്ടിയിട്ട് പഴുത്തു. അപ്പം ഞാൻ ഓർത്തു, എനിക്കും അസുഖം, മമ്മിക്കും അസുഖം, മമ്മി കിടന്നു പോയി ഞങ്ങൾ എന്ത് ചെയ്യും? ഞാൻ എന്നിട്ട് അപ്പോൾ പ്രാർത്ഥിക്കുന്നു, മാതാവ് നീ എന്നെ സുഖപ്പെടുത്തിയില്ലല്ലോ, മമ്മിയെ സുഖപ്പെടുത്തണമെന്ന്. അതിൻ്റെ ഫലമായിട്ട് മമ്മിക്ക് ആദ്യത്തെ പുതുക്കുന്നതിന് മുന്നേ തന്നെ മമ്മിക്ക് 100 ദിവസം ആയപ്പോഴത്തേക്കും മമ്മിക്ക് കാലിന് പൂർണ്ണ സൗഖ്യം കൊടുത്തു. മമ്മി തൈലം മാത്രം പെരട്ടിയേ പ്രവർത്തിച്ചുള്ളൂ. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു, ഈ കാര്യത്തിന് ലോകത്ത് ഒരിടത്തും മരുന്നില്ല, വേണമെങ്കിൽ സർജറി ചെയ്യാം, പക്ഷെ അത് ചിലരുടെ ഞരമ്പിൻ്റെ അവസ്ഥ പോലിരിക്കും, ചിലർക്ക് ചലനശേഷിയൊക്കെ നഷ്ടപ്പെട്ടു. ഈ അസുഖത്തിന് ഒരിക്കലും മരുന്നില്ല, ഒരിടത്തും മരുന്നില്ലെന്ന് പറഞ്ഞു വിട്ടതായിരുന്നു. ജസ്റ്റ് ക്ലീൻ ചെയ്ത് മാത്രമേ മമ്മി വിടുള്ളായിരുന്നു. അതുപോലെ പൊട്ടിപ്പഴുത്തായിരുന്നു. തൈലം പെരട്ടിയതിൻ്റെ ഫലമായിട്ട് അതുകൊണ്ട് മാത്രം മമ്മിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. ഈ കാര്യം മമ്മിയുടെ വീട്ടുകാർക്ക് പോലും അറിയത്തില്ല. ഞങ്ങൾക്ക് 4 പേർക്കും അല്ലാതെ, എനിക്കും പപ്പായ്ക്കും മമ്മിക്കും ചേട്ടായിക്കും അല്ലാതെ ഞങ്ങൾക്ക് വേറെ ആർക്കും മമ്മിയുടെ അസുഖത്തെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. കാരണം അത് പറഞ്ഞാൽ ഞങ്ങളെ നാട്ടുകാർ മുഴുവൻ കളിയാക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലേ, പള്ളിയിൽ പോകുന്നവരല്ലേ, എന്നിട്ട് എന്താ നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ, ഞങ്ങൾക്കൊരു ഗതിയില്ലാത്തതൊക്കെ പറഞ്ഞ് നാട്ടുകാർ ഞങ്ങൾ അത്രത്തോളം കളിയാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച സമയത്ത് എന്നോട് ഈശോ പറഞ്ഞു, അവരെ അല്ലല്ലോ ഞാൻ സെലക്ട് ചെയ്ത്, നിന്നെയല്ലേ സെലക്ട് ചെയ്ത്, കളിയാക്കുന്ന അവർക്കല്ലല്ലോ കൃപാസനത്തിൽ വരാൻ പറ്റിയത്, നിന്നെയല്ലേ വരുത്തിയത്. ഇത്രത്തോളം എന്നെ സ്നേഹിക്കുന്നൊരു ഈശോയ്ക്കും മാതാവിനും കൂടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ ആത്മീയമായിട്ട് ഞാൻ ആദ്യം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് കൊന്ത ചെല്ലുന്ന അത് എണ്ണം കൂടി. എനിക്ക് എത്രത്തോളം കൊന്ത ചെല്ലാൻ പറ്റുമോ അത്രത്തോളം ഞാൻ കൊന്തലി മാതാവിനെടുത്തു. കാരണം എൻ്റെ അജ്ഞതയുടെ കാലഘട്ടത്തിൽ ഞാൻ മാതാവിനെ ഉപേക്ഷിച്ച ഒരാളാണ്. കാരണം ഒരുപാട് രോഗാവസ്ഥയിലും പീഡാവസ്ഥയിലൊക്കെ വന്നപ്പം ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് മാതാവും ഈശോയും വേണ്ടാന്നൊക്കെ രീതിയിൽ ഞാൻ ചിന്തിച്ചു പോയൊരു വ്യക്തിയായിരുന്നു. കാരണം സഹനങ്ങൾ വന്ന് മറ്റുള്ളവരുടെ കളിയാക്കുകളൊക്കെ വരുന്നത് കൊണ്ട്. പക്ഷേ ആ മാതാവ് ഉള്ളത് കൊണ്ടാണ് എന്നെ കൃപാസനത്തിൽ എത്തിച്ചത്. അത് ഞാൻ ഇവിടെ ലോകത്തോട് വിളിച്ചു വരുന്നു. എൻ്റെ കൂടെ മാതാവ് ഉള്ളതുകൊണ്ടാണ് എന്നെ കൃപാസനത്തിൽ എത്തിച്ചത്. മറ്റൊരു വഴിക്കുമല്ല ഞാൻ വന്നത്. എങ്ങനെ ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞു ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. ഞങ്ങൾ സാക്ഷ്യത്തോടെ അല്ല വരുന്നത്. എനിക്കൊരാൾ ഒരു പത്രം പോലും തന്നിട്ടില്ല. പക്ഷെ ഞങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് അറിയത്തില്ല. കൃപാസനത്തെക്കുറിച്ച് എങ്ങനെ ഞങ്ങൾ അറിഞ്ഞെന്ന് അറിയത്തില്ല. മാതാവ് ഞങ്ങൾ എത്തിച്ചതാണ് ഇവിടെ. മമ്മി ഒരു വാക്ക് നന്ദി പറയാൻ നേർന്നിരുന്നോ മമ്മിയുടെ കൊടുക്കാം. എന്നെ സുഖപ്പെടുത്തിയ എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 കോടി നന്ദി രേഖപ്പെടുത്തുന്നു. ജോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 26-27 തിരുവചനങ്ങൾ. എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും, മറ്റാരെയുമല്ല, അവിടുത്തെ തന്നെ എൻ്റെ കണ്ണുകൾ ദർശിക്കും. ജോബിൻ്റെ പുസ്തകത്തിൽ ജോബ് അതികഠിനമായ രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ കൂട്ടുകാരൊക്കെ വന്ന ജോബിനോട് എതിർസ്വരങ്ങൾ ദൈവത്തെ നിഷേധിക്കുവാൻ വേണ്ടി സംസാരിക്കുമ്പോൾ ജോബ് പറയുന്ന വാക്കുകളാണ്, എൻ്റെ ചർമ്മം അടർന്നു പോയാലും എൻ്റെ മാംസത്തിൽ ദൈവത്തെ കാണും. എത്ര കണ്ട് പീഡകളിലൂടെ ഞാൻ കടന്നു പോയാലും എൻ്റെ ദൈവത്തെ ഞാൻ നിരന്തരം സ്തുതിക്കും. മകളുടെ വാക്കുകൾ നമ്മളെല്ലാവരുടെയും വല്ലാതെ കണ്ണു നിറയിക്കുന്നതാണ്. എത്ര കണ്ട് ക്ലേശത്തിലൂടെ, അപമാനത്തിലൂടെ, ശാരീരിക അസ്വസ്ഥതകളിലൂടെ മകൾ കടന്നുപോയെന്ന വാക്കുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇത്ര ചെറുപ്പത്തിൽ ഇത്ര ഗുരുതരമായ സോറിയാസിസിൻ്റെ വലിയ പ്രയാസത്തിലൂടെ കടന്നുപോയ മകൾ ഇന്ന് തൻ്റെ 2 കരങ്ങളും കാട്ടിക്കൊണ്ട് സന്തോഷത്തോടുകൂടി കൃപാസനം അമ്മ മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ്, ഇതമ്മ മാതാവ് എനിക്ക് നൽകിയ വലിയ അനുഗ്രഹമാണെന്ന്. മറ്റാർക്കും സൗഖ്യപ്പെടുത്തുവാനാവാത്തത്,
മരുന്നുകൊണ്ട് പൂർണ്ണമായി സുഖപ്പെടാത്തത് പരിശുദ്ധമ്മ തിരുക്കുമാരനോട് പറഞ്ഞ് തൻ്റെ വിശ്വാസത്തെയും അമ്മയുടെ അരികിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന പ്രാർത്ഥനകളെയും എൻ്റെ കണ്ണീരിനെയും അമ്മ മാതാവ് കണ്ട് എനിക്കത് രോഗത്തിനുള്ള സൗഖ്യമാക്കി തന്നുവെന്നാണ്. മകൾ പറയുന്നുണ്ട്, മകൾക്ക് കിട്ടുന്ന സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, സന്ദേശങ്ങൾ ഓരോ അവസ്ഥയിലും അമ്മ മാതാവിൻ്റെ പ്രസൻസ്, സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് മകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നാശത്തിനുള്ള രോഗമല്ല, ദൈവമഹത്വത്തിനുള്ള അടയാളമാണെന്ന് മകൾക്ക് രോഗത്തിൻ്റെ തീവ്രനാളുകളിൽ കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. രോഗം നമ്മളെ നശിപ്പിക്കുവാനുള്ളതല്ല, രോഗം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനുള്ളതാണെന്ന് ഈ മകൾ ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുപോലെ അമ്മ വെരിക്കോസിൻ്റെ വലിയ ദൈന്യതയിലൂടെ കടന്നു പോകുമ്പോഴും അതും ഉടമ്പടി തൈലം പൂശി പൂർണ്ണമായ സൗഖ്യം നേടിയതിൻ്റെ സാക്ഷ്യവും ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കുന്നുണ്ട്. രണ്ട് രോഗങ്ങളും അതതിൻ്റെ അവസ്ഥയിൽ വളരെ ക്ലേശപൂർണ്ണമാണ്, പ്രയാസകരമാണ്, വേദനിപ്പിക്കുന്നതാണ്. ആ രണ്ട് രോഗങ്ങൾക്കും അമ്മയ്ക്കും മകൾക്ക് ലഭിച്ച സൗഖ്യാനുഭവത്തെയാണ് നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്ക് ഈ സാക്ഷ്യം പങ്കുവയ്ക്കുന്ന സന്ദേശം, ജീവിതം എത്ര കണ്ട് അത് പ്രതീക്ഷിക്കുന്നിടങ്ങളിൽ നിന്ന് മാറിപ്പോയാലും, സങ്കടങ്ങളേറിയാലും, പരാജയങ്ങളും ദുരിതങ്ങളും ഒന്നൊഴിയാതെ കുടുംബത്തെയും ജീവിതത്തെയും പിന്തുടർന്നാലും ഈശോയിലും പരിശുദ്ധ അമ്മയിലും പൂർണ്ണമായ ശരണത്തോടുകൂടി ആശ്രയിച്ച് പ്രാർത്ഥിക്കണം. അത് പാടാവില്ല. അത് അമ്മ മാതാവ് തിരുക്കുമാരന് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പൂർവാധികം ശക്തിപ്പെടുത്തും, സൗഖ്യപ്പെടുത്തും, കൂടുതൽ ക്വാളിറ്റിയുള്ളവരായി ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. മകളതാണ് അവസാനം പറഞ്ഞിരിക്കുന്നത്, എല്ലായിടത്തും ദൈവനാമം മഹത്വപ്പെടുത്തുന്നതിന് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുവെന്ന്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ, നന്ദിയോടെ അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിച്ചുകൊണ്ട് നല്ല കരഘോഷത്തോടു കൂടി നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം.